Hi friends, welcome to shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കത്തിരിക്ക മസാല കറിയാണ് കേട്ടോ. അതായത് നമുക്ക് ഇത് എന്തിന്റെ കൂടെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ കത്തിരിക്ക കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല കൂട്ടൊന്ന് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ഒരു ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഒരു പിടി അളവിൽ മല്ലിയില എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്കൊന്ന് ചേർക്കാം. മല്ലിയിലയ്ക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടലയും കൂടിയാണ്. വറുത്ത നിലക്കടലയാണ് ചേർക്കുന്നത്. വറുക്കാത്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഞാനിപ്പോൾ ഒരു 4 വെളുത്തുള്ളി അല്ലി ചേർക്കുകയാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 6 വേണം. ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ മുഴുവനും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അരിഞ്ഞ് കിട്ടില്ല, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകും കൂടി, കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം കൂടിയാണ്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും കൂടിയാണ്. അപ്പോൾ മുഴുവൻ മല്ലിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ എന്നും പറയും, കത്തിരിക്ക എന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പച്ച കളറിലുള്ള വഴുതനങ്ങ അതെടുക്കാം. അതല്ല നീളത്തിലുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സൈസ് എന്നിട്ടൊരു മീഡിയം സൈസിലുള്ളതാണ്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 കൂടി കൂടുതൽ എടുക്കാം. തീരെ വലിയ സൈസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ഒരു 400 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഓരോ വഴുതനങ്ങയും ഇതുപോലെ ഒന്ന് 4 ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 2 പീസായിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഹെഡിൻ്റെ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ അതങ്ങ് ഇളകി പോരും, അതിൻ്റെ പേരിലാണ്. അത്യാവശ്യം വലിയ വഴുതനങ്ങ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് വലിയ വഴുതനങ്ങ അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് വരരുത്, എങ്കിൽ പിന്നെ അതങ്ങ് കട്ടായി പോവും. ഇതുപോലെ എല്ലാം ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അതൊന്ന് ചൂടായി വന്ന സമയം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ അധികം ചേർത്തിട്ട് വേണം നമ്മുടെ ഈ വഴുതനങ്ങ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് വേവിച്ചെടുക്കാനായിട്ട്. എണ്ണയിൽ കിടന്നിട്ട് എണ്ണ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അതായത് നമ്മൾ എണ്ണയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു വഴുതനങ്ങ കറിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ വരുന്നത് വരെയും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ മറ്റൊരു തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വഴുതനങ്ങ തയ്യാറാക്കി അതേ കടായിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വഴറ്റിയെടുക്കാനുള്ള ആ ഒരു സൗകര്യക്കുറവ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു തവയിലേക്ക് മാറ്റിയിട്ടുള്ളത്. വഴുതനങ്ങ വറുത്തെടുക്കാൻ ഉപയോഗിച്ച് അതേ എണ്ണ തന്നെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 15ഓളം ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഞാനൊന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല.
ചെറിയ രീതിയിൽ മാത്രം നമ്മുടെ ഈ ചെറിയുള്ളി ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ചെറിയുള്ളി എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാല കൂട്ട് ചേർക്കാവുന്നതാണ്. മസാല കൂട്ടെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് നമ്മുടെ ഈ മല്ലിയിലയുടെ ആ ഒരു പച്ചമണവും അതുപോലെ തന്നെ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടണം. ആ ഒരു സമയം വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരികയാണ്. ഇനി ഒരല്പ സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് എണ്ണ എങ്ങാനും കുറവുണ്ടെങ്കിൽ ഒരല്പം കൂടി എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ നല്ല ചൂട് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്, നല്ലതുപോലെ ചൂടായിട്ടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം നമുക്ക് ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരികയാണ്. ഇങ്ങനെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വഴുതനങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളം കൂടി. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരുപാട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴുതനങ്ങ എല്ലാം പൊടിഞ്ഞു പോകും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് നമ്മുടെ ഈ ഗ്രേവി എല്ലാം ഒന്ന് കുറുക്കിയെടുക്കണം. അതായത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. അത്രയും സമയം കൊണ്ട് തന്നെ ഈ മസാല കൂട്ടെല്ലാം നമ്മുടെ ഈ വഴുതനങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ വഴുതനങ്ങയും നല്ല സോഫ്റ്റായിട്ടൊന്ന് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഒരു 4 മിനിറ്റോളം ഞാനിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ വഴുതനങ്ങ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റിൽ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ വഴുതനങ്ങയൊക്കെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും. ഇതിൽ മെയിനായിട്ട് നമുക്കിങ്ങനെ എടുത്ത് നിൽക്കുന്നത് ഈ പുളിയും ചെറിയൊരു മധുരമൊക്കെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പുളി കുറവാണെന്നുണ്ടെങ്കിൽ അല്പം പുളി ചേർക്കാം. മധുരം ഒരല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ട് ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു, അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും ഇതുപോലൊരു വഴുതനങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.